നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ്റെ വീടും, അതായത് ഒരു വീടല്ല കേട്ടോ, 2 വീട്, തിരുവനന്തപുരത്ത് 5000 സ്ക്വയർ ഫീറ്റിൽ പുതുതായി താമസത്തിന് മേടിച്ച വീട്, ഒരു കൊട്ടാരമാണ് വീട്. വാടക 3 ലക്ഷം. അതേപോലെ കണ്ണൂരിൽ ധർമ്മടത്തുള്ള പാണ്ഡ്യാലമുക്കിലുള്ള വീട്, ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ആ വീട്ടിലേക്കല്ല, ആ വീടിൻ്റെ മുന്നിൽ കൂടെ പിന്നിൽ നമ്മുടെ പാണ്ഡ്യാല ഷാജിയുടെ ഇൻ്റർവ്യൂ പോയി എടുത്തിട്ടുണ്ട്. അതുകൂടെ കടന്നു പോകുക അത്ര എളുപ്പമല്ല. ഞാൻ പ്രത്യേകിച്ചും ക്രൈം നന്ദകുമാർ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ സംഭവിക്കാം. അവിടെ പോയി പാണ്ഡ്യാല ഷാജീനെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത ഒരാളാണ് ഞാൻ. തൊട്ടടുത്ത വീട്, മണിക്കൂറുകളോളം അവിടെ ഉണ്ടായിരുന്നു. ആ വീടും കൂടാതെ പിന്നെ പുന്നാര മരുമോഹൻ റിയാസിൻ്റെ വീടും, കോഴിക്കോടുള്ള വീടും, അതേപോലെ തന്നെ CMRൻ്റെ വീടുകളും ഏകദേശം 12ഓളം സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടത്തിയത്. ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു, വീണാ വിജയനുമായുള്ള ബന്ധപ്പെട്ട രേഖകളെല്ലാം ശേഖരിക്കുക എന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ലക്ഷ്യം. വീണാ വിജയൻ അന്ന് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസ് ആ അതിലുണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടാവില്ല എന്നല്ല, ഇപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആദ്യം അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, ഡൽഹിയിൽ വെച്ച് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയനെ ആദ്യം തൊടുകയേ ചെയ്യരുത്. കാരണം പിണറായി വിജയനെ തൊട്ടാലാണ് പല പ്രശ്നങ്ങളുണ്ടാവുക. പകരം പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഹാർട്ട്, അതായത് ഹൃദയം എന്ന് പറയുന്നത് മകളാണ്. മകളെ ആദ്യം തൊടണം. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്തെങ്കിലും പ്രക്ഷോഭം നടത്തിയാൽ തന്നെ അത് തിരിച്ചടിയായി മാറും. അങ്ങനെ കേരളത്തിൽ വലിയ പെട്ടെന്നൊരു പുലർക്കാലത്ത് ആണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. റെയ്ഡ് നടന്നിട്ട് കേരളത്തിൽ വലിയ കോളക്കങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിണറായി വിജയനോട് എതിർപ്പ് CPM അണികളിൽ എത്രമാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. അദ്ദേഹത്തിന് എതിർത്തുകൊണ്ട് 100-300 പേര് മാത്രമാണ് സംഭവ സ്ഥലത്ത് എത്തിയത്. ആ എത്തിയവർ തനി ഗുണ്ടകളായിരുന്നു. എന്തിനും ആയുധങ്ങളുമായിട്ടാണ് വന്നത്. ആ ആയുധങ്ങൾ വന്ന് വീട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഗ്രൂപ്പിനെ 3 കാറുകൾ ആക്രമിച്ച, ഒരു കാറ് തല്ലിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ, കൃത്യമായി ഇഷ്ടികൾ കൊണ്ട് എറിയുന്നതും വടി കൊണ്ട് അടിക്കുന്നതുമായ രംഗങ്ങൾ, ഇരുമ്പ് വടി കൊണ്ടായിട്ട് അടിക്കുന്ന കേട്ടോ, അടിക്കുന്ന രംഗങ്ങൾ നമ്മൾ പബ്ലിക്കായി കണ്ടിട്ടുള്ളതാണ്. ഇവർ വിചാരിച്ചത്, CPMകാർ വിചാരിച്ചത്, പിണറായി വിചാരിച്ചത് ഇതുകൊണ്ട് ആകെ പേടിച്ചരണ്ട് സ്ഥലം വിടുമെന്നാണ്. കന്നി എൻഫോഴ്സ്മെൻറ്റ് ഇങ്ങോട്ടേ വരില്ല എന്നാണ്. പക്ഷെ നേരെ അവർ പോയത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ 19ഓളം പേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത ആൾക്കാർ 19 പേരെ 300 പേരാണ് ജയിലിലേക്ക് പോകുന്നത്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, വധശ്രമമാണ്, മാത്രമല്ല രാജ്യദ്രോഹ കുറ്റം കൂടിയാണ്. എൻഫോഴ്സ്മെൻറ്റിനെ തൊട്ട് കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമായി മാറും. അതുകൊണ്ട് രാജ്യദ്രോഹ കുറ്റം കൂടി ചാർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ 19 പേരും ജയിലിൽ കിടക്കുന്നത്. ഇവരെ ജയിലിൽ ജാമ്യാപേക്ഷ താഴെ കോടതി തള്ളുക സ്വാഭാവികമാണ്. ഈ സമയത്ത് ഞാൻ അതിലേക്കല്ല വരുന്നത്. ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. ഇതിൽ അവർ കക്ഷി ചേർന്നുകൊണ്ട് ഇവരെ മാത്രം പ്രതിയാക്കിയാൽ പോരാ, ആരെ ഈ CPM പ്രവർത്തകരെ പ്രതിയാക്കിയാൽ പോരാ, അവിടെ ഇതിന് പ്രേരണ നൽകിയിട്ടുള്ള നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യണം. ഇതോടുകൂടിയിട്ട് സംഭവം ആകെ തിരിയുകയാണ്. കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റിന് വഴങ്ങുകയേ നിർത്തിയുള്ളൂ. കാരണം പിന്നെ പോലീസ് സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രമേശ് ചെന്നിത്തലേൻ്റെ പേരും അതേപോലെ VD സതീശൻ്റെ പേരും അവിടെ പേര് വരുന്നില്ല. കോടതി ഉത്തരവിട്ട പ്രകാരം അറസ്റ്റ് ചെയ്തു. അങ്ങനെയാവുമ്പോൾ നേരെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം പിണറായി വിജയനാണ് അവിടെ കൃത്യമായി ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഗുണ്ടായിസത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതേപോലെ മറ്റു നേതാക്കൾ, ലുട്ടാപ്പി റഹീം അവിടെ ഉണ്ടായിരുന്നു. ലുട്ടാപ്പി റഹീം പോട്ടെ, ഡബിൾ എ റഹീം ഉണ്ടായിരുന്നു. അപ്പോൾ ഡബിൾ എ റഹീമും അവിടെ സന്നിഹിതനായിരുന്നു. ഈ കാര്യത്തിൽ വയലൻ്റായി ആക്രോശിക്കുന്ന നമ്മൾ കണ്ടാണ്. ബിനീഷ് കോടിയേരി എന്തായാലും പെടാൻ സാധ്യതയില്ല. കാരണം വീഡിയോയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്, ആക്രമിക്കുന്ന ആളുകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് ആക്രമിക്കലേ എന്ന് പറഞ്ഞിട്ട് ഇതാവുന്നുണ്ട്.
എന്തായാലും ബിനീഷ് കോടിയേരിക്ക് മധുര പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരം തന്നെ അത് കൃത്യമായി തന്നെ സംഭവ സ്ഥലത്തെത്തി ബിനീഷ് കോടിയേരി അത് നടപ്പിലാക്കി എന്നുള്ളതാണ് സത്യം. എന്തായാലും ശരി, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ എൻഫോഴ്സ്മെൻറ്റ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ പിണറായി വിജയനെ തൊടാൻ വന്നതല്ല, വീണ വിജയൻ്റെ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യാൻ വന്നതാണ്. ആ സമയത്ത് ജോലിക്ക് തടസ്സപ്പെടുത്തി. അപ്പം എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? മൊബൈൽ. ഇപ്പോൾ അവർ ബാങ്കിലെ ലോക്കർ തുറക്കാൻ പോവുകയാണ്. ഈ ബാങ്ക് ലോക്കറും അതേപോലെ മൊബൈലിൽ ഇതും കൂടെ തുറന്നു കഴിഞ്ഞാൽ അത് ഫോറൻസിക് ലാബിൽ കൊടുത്ത് ഇമ്മീഡിയറ്റ് അതിൻ്റെ റിസൾട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വരാൻ പോണത്. വെറും 2,78,00,000 രൂപയുടെ ഇടപാടാണ്. 2,78,00,000 രൂപയാണ് CMRL കമ്പനി യാതൊരു സേവനവും നടത്താതെ എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയൻ്റെ കമ്പനിയിലേക്ക് അതേപോലെ വീണ വിജയനും അയച്ചു കൊടുത്തത്. ഓരോ മാസവും 5 ലക്ഷം രൂപയാണ് വീണ വിജയന് മാസപ്പടിയായി കൊടുത്തുകൊണ്ടിരുന്നത്. 3 ലക്ഷം രൂപ എക്സാലോജിക്കിലേക്കും. എക്സാലോജിക്കിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. അവിടെ അവർ തമ്മിലുള്ള ധാരണ പ്രകാരം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെ വീണ വിജയൻ 5 ലക്ഷം രൂപ എന്തിനാണ് കൊടുത്തത്? യാതൊരു സേവനം നടത്താതെ. അത് മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിൽ കൃത്യമായിട്ട് വീണ വിജയന് കൊടുത്താണ്. ഇത് വീണ വിജയൻ ആദ്യമേ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, ഞാൻ യാതൊരു നടത്തിയിട്ടില്ല, ഞാൻ പൈസ തന്നത് മേടിച്ചു, ഞങ്ങൾ ഓറലായിട്ടാണ് സംസാരം, രേഖയൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഏത് ഒരു കമ്പനിയുടെ MD ആണ് പറയുന്നത്. എന്തായാലും വീണ വിജയൻ ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യം സംശയമില്ല. അതിന് പിന്നാലെ പിണറായി വിജയനും കുടുങ്ങുന്നു എന്നുള്ളത് വേറെ വശം. അതിലപ്പുറത്തേക്ക് ഷോൺ ജോർജ് വളരെ ഒരു യുദ്ധം മുറ അതിൻ്റെ അകത്ത് തുറന്നു വിട്ടിട്ടുണ്ട്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ആണ് ഈ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുണ്ട് വീണ വിജയൻ്റെ. അവിടെ വീണ വിജയന് സൂരജിൻ്റെയും പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ കോടികൾ വന്നിട്ടുണ്ട്. SNC ലാവലിൻ കമ്പനിയിൽ നിന്നും അതേപോലുള്ള അമേരിക്കയിൽ നിന്ന് പല സ്ഥാപനങ്ങൾ, സ്പ്രിംഗ്ലർ അടക്കമുള്ള കമ്പനിയിൽ നിന്നൊക്കെ കമ്മീഷൻ അവിടേക്കാണ് വന്നിട്ടുള്ളത്. നോക്കണേ, കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, അബുദാബിയിലാണ്. അബുദാബിയിൽ ആരുണ്ട് ആ ബാങ്കിൽ അറിയാമോ? ആ ബാങ്കിലാണ് നമ്മുടെ സാക്ഷാൽ പിണറായി വിജയൻ്റെ മകൻ ഇരിക്കുന്നത്. അപ്പോൾ മകൻ അവിടെ ഡയറക്ടറാണെങ്കിൽ എത്ര കോടികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? അത് നമ്മൾ കേട്ടാൽ ഞെട്ടുന്നതാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, പിണറായി വിജയന് മകൾക്ക്, മോന്, ഭാര്യയ്ക്ക് പെട്ടെന്നൊന്നും ഊരാൻ പറ്റുന്ന വിധത്തിലുള്ള കേസല്ല. ആദ്യം തന്നെ മകളെ പിടികൂടി കഴിഞ്ഞാൽ മകൾ വഴി ബാക്കി എല്ലാവരിലേക്ക് എത്തും. നേരത്തെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് വേണമെങ്കിൽ പിണറായി വിജയന് നേരിട്ട് അറസ്റ്റ് ചെയ്യാം. അതിനുള്ള ധാരാളം കേസുകൾ കയ്യിലുണ്ട്. പക്ഷേ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വീണ വിജയനെ പിടിക്കുക. അപ്പോൾ പിണറായി വിജയൻ ഏറ്റവും പൊട്ടിത്തെറിക്കുന്ന, വിഷമിക്കുന്ന ദിവസം അതായിരിക്കും. ഇപ്പോൾ തന്നെ ഏറ്റവും വിഷമിച്ച മകളെ ചോദ്യം ചെയ്യുന്നത് അച്ഛൻ നോക്കി നിൽക്കേണ്ട ഗതികേടാണ്. 8 മണിക്കൂറാണ് മോളെ ചോദ്യം ചെയ്തത്. ഒരച്ഛൻ മക്കളെ ഒരു കള്ളനും കൊലപാതകിയും തട്ടിപ്പുകാരും അതേപോലെ കൊള്ളക്കാരിയുമായിക്കെ വളർത്തി എന്ന് പറഞ്ഞാൽ അത് എല്ലാ അച്ഛന്മാർക്കും അഭിമാനമാണ്. എന്നാൽ പിണറായി വിജയന് വലിയ അഭിമാനമാണ്. താനൊരു കൊള്ളക്കാരനായിരുന്നു, കൊള്ളക്കാരനാണ്, അതുകൊണ്ട് എൻ്റെ മകളും വലിയൊരു കൊള്ളക്കാരിയാവണം, എൻ്റെ മകനും വലിയ കൊള്ള ചെയ്ത പണം വിദേശത്ത് സൂക്ഷിക്കണം. ഇതൊക്കെ ഒരു അച്ഛൻ പഠിപ്പിച്ച രീതിയാണ്. അവസാനം ഈ 2 മക്കളും അറസ്റ്റ് ചെയ്യും. അവസാനം ജയിലിലായി കഴിഞ്ഞാൽ ഈ 2 മക്കളും ആദ്യം തള്ളി പറയുന്നത് പിണറായി വിജയനെ ആയിരിക്കും. ഞങ്ങളെ വളർത്തുദോഷമാണ് ഞങ്ങൾക്ക് പറ്റിയത്, ഞങ്ങളെ ശരിയായ വിധത്തിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ കള്ളനും കൊള്ളക്കാരിയുമായി മാറിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാമായിരുന്നില്ലേ? ശരിക്കും ജീവിക്കാനുള്ള വരുമാനം കൃത്യമായി കിട്ടുന്ന സംവിധാനമുള്ളപ്പോൾ എന്തിനാണ് ഈ കൊള്ള ചെയ്യാൻ പോയത്? എന്നിട്ട് ആ പണമെല്ലാം മോഷ്ടിച്ചിട്ട് ഇന്ന് സൂക്ഷിക്കാൻ പഠിച്ചു. അതായത് ഈ സൂക്ഷിക്കാൻ പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ കാരണം വീണ വിജയൻ്റെ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്ന രേഖകൾ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. വിദേശത്ത് ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ പിണറായി വിജയനുണ്ടെന്നുള്ള നിഗമനമാണ് എൻ്റെ കൈവശമുള്ളത്. കാരണം എൻ്റെ കൈവശം 10,000 കോടി രൂപയുടെ രേഖ കിട്ടിയിരുന്നു. ആ രേഖ കിട്ടിയ പിറ്റേ ദിവസമാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയത്.
അങ്ങനെ ഒരാഴ്ച കാലം വീണ ജോർജിൻ്റെ ഒരു ഇവിടെ വേറൊരു കുഴലെഴുത്തുകാരി ഉണ്ടല്ലോ, വീണ ജോർജിൻ്റെ കള്ളപ്പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് എൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്തിട്ടാണ് ഈ രേഖ കടത്തിക്കൊണ്ടായത് ഓർക്കണം. ആ രേഖകളെല്ലാം സത്യമാണെന്ന് ഇപ്പോൾ ഷോൺ ജോർജ് വിളിച്ചു പറയുകയാണ്. ഏത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. അതുപോലുള്ള രേഖകളാണ് എനിക്ക് കിട്ടിയത്. ഇത്തരം ബിനാമിയായിട്ട് പല സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുള്ള കള്ളപ്പണത്തിൻ്റെ രേഖകളാണ്. അപ്പോൾ ഈ രേഖകളെല്ലാം അതിലേക്കാണ് ഇപ്പോൾ കൃത്യമായി ഷോൺ ജോർജ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന വീണ വിജയനെ അറസ്റ്റ് ചെയ്യുന്ന രീതി അടുത്ത തവണ പെട്ടെന്നായിരിക്കും. പുലർക്കാലത്ത് അവർ വീട്ടിൽ പ്രത്യക്ഷപ്പെടും. വീണ വിജയനെ മിന്നൽ വേഗത്തിൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യും, നേരെ കോടതിയിൽ ഹാജരാക്കും, നേരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. നേരെ ഡൽഹിയിലെ കോടതിയിൽ അവിടെ കേസ് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായ വിവരം. കേരളത്തിൽ നിന്നല്ല, ഡൽഹിയിലായിരിക്കും കോടതി. നേരെ ഡൽഹിയിൽ കോടതി ഹാജരാക്കും. അപ്പോൾ തന്നെ അവരെ റിമാൻഡ് ചെയ്യും. പിന്നെ തിഹാർ ജയിലിലേക്കാണ് വീണ വിജയനെ കൊണ്ടുപോകുക. ഇത് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. അതിന് പിന്നാലെ മകനെയും അറസ്റ്റ് ചെയ്യും. അതിനുള്ള പ്ലാനുകളാണ് പ്രവർത്തിക്കുന്നത്. അതിനുശേഷമേ ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഏതായാലും വളരെ രസകരമായൊരു കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭരണം മാറിയതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ പിണറായി വിജയനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. 10 വർഷക്കാലം ഭരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്താ? കോൺഗ്രസ് മുക്ത ഭാരതമാണ്, ഞാൻ ഉള്ളപ്പോൾ കോൺഗ്രസ് കയറില്ല എന്നാണ്. അപ്പോൾ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയെ ഇല്ലാതായി. പിന്നെ BJPക്കാണ് അല്ലാതെ 3 സീറ്റും കിട്ടി. ഇനി വളരാനുള്ള കാര്യം എങ്ങനെയാണ്? പിണറായി വിജയനോട് ബന്ധപ്പെട്ട CPMലെ പ്രമുഖരായ ആളുകളെ അറസ്റ്റ് ചെയ്ത് ഇതേപോലുള്ള കേസുകൾ കൃത്യമായി നടത്തി കൊടുത്താൽ ഇവിടെയുള്ള CPMകാർ BJPയിലേക്ക് വരും എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അമിത്ഷായ്ക്കുള്ളത്. അതാണ് ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്, അതാണ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ ചിലപ്പോൾ BJP ആയിരിക്കും അടുത്ത കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ള കാര്യത്തിൽ സംശയിക്കാനിട വരില്ല. നന്ദി, നമസ്കാരം.